പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ക്ഷണിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാം വചന ഭാഗങ്ങളിലൂടെയാണ്. അവിടെ നാം ഇങ്ങനെ വായിച്ചു കേൾക്കുകയാണ്: പുതിയ ഒരു ഉടമ്പടിയെപ്പറ്റി പറയുന്നത് കൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലകരണപ്പെടുത്തിയിരിക്കുന്നു. കാലകരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ അപ്രതീക്ഷിതമായിക്കൊണ്ടിരിക്കുന്നു. വളരെ വ്യക്തമാണ്. ദൈവവചനം പരിശുദ്ധാത്മ പ്രേരിതമായി പരിശുദ്ധാത്മാവ് തന്നെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ഇവിടെ ഓരോ വാക്കും വള്ളിയും പുള്ളിയും മാറ്റമില്ലാതെ നാം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ ഒരു ഉടമ്പടിയെപ്പറ്റി പറയുന്നത് കൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തി. അവൻ എന്ന് പറയുന്നത് പിതാവാം ദൈവത്തെ കുറിച്ചാണ്. പുതിയ ഉടമ്പടി പിതാവാം ദൈവം തന്നെയാണ് സ്ഥാപിക്കുന്നത്. പഴയ ഉടമ്പടിയും ദൈവത്താൽ തന്നെയാണ് സ്ഥാപിതമാക്കപ്പെട്ടത്. പഴയ ഉടമ്പടി ആരാൽ സ്ഥാപിതമാക്കപ്പെട്ടുവോ ആ ദൈവം തന്നെ ആ ഉടമ്പടിയെ കാലഹരണപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മോശ മുഖാന്തരം ന്യായപ്രമാണ കൽപ്പനകളോടുകൂടെ ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ആ ഉടമ്പടി പ്രകാരം മോശയോട് കൽപ്പിച്ചിട്ടുള്ളത്, ഞാൻ കൽപ്പിച്ചിരിക്കുന്ന ഈ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുമെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും, എന്നാൽ എൻ്റെ കൽപ്പനകൾക്ക് എതിരായി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശാപങ്ങളും ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ദൈവമാണ് ആ ഉടമ്പടി സ്ഥിരപ്പെടുത്തുന്നത്. അവിടെയാണ് ദൈവം ഇപ്പോൾ നാം വായിച്ചു കേട്ടതായ വചനത്തിലൂടെ ഇങ്ങനെ കൽപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നത്. പഴയ ഉടമ്പടിയെ അവൻ കാലഹരണപ്പെടുത്തുന്നു. ഈ പഴയ ഉടമ്പടി പ്രകാരം, ന്യായപ്രമാണ കൽപ്പന പ്രകാരം, ഒരു മനുഷ്യൻ പോലും ദൈവത്തിന് മുമ്പിൽ നീതിമാനായി നീതീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ദൈവം തന്നെ പലപ്പോഴായി അത് കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി, ദൈവമഹത്വത്തിൽ നിന്ന് അവർ അന്യരാക്കപ്പെട്ടു. ഇവിടെയാണ് പുതിയ ഉടമ്പടിയുടെ ഉദ്ദേശം നാം തിരിച്ചറിയേണ്ടത്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ പ്രകടിപ്പിക്കുവാൻ, വെളിപ്പെടുവാൻ കാലമായപ്പോൾ ദൈവം പുതിയ ഒരു ഉടമ്പടിയിലൂടെ ഇവിടെ തൻ്റെ പുത്രനായ യേശു കർത്താവിനെ മധ്യസ്ഥനായി നിർത്തിക്കൊണ്ട് യേശു കർത്താവ് വഴി ആ ഒരു ഉടമ്പടിയെ, പുതിയ ഉടമ്പടിയെ സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ കരുണയും തൻ്റെ നീതിയും തൻ്റെ ദയയും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമപ്രകാരം, ആ നിയമത്തിനെതിരായി ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ അവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ജനം ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോകുകയില്ല.
അവരെല്ലാവരും നിത്യമരണത്തിലേക്കും നിത്യനാശത്തിലേക്കും ചെന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. തൻ്റെ ജനത്തോടുള്ള സ്നേഹം, തൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹം, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും താൻ സൃഷ്ടിച്ച മനുഷ്യകുലത്തോടുള്ള സ്നേഹം, ദയ, അവൻ്റെ നീതിയെ വെളിപ്പെടുത്തുവാനായിട്ട് കാരണമായി. അവിടെയാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് പഴയ ഉടമ്പടി കാലഹരണപ്പെടുത്തുകയാണ്. ആ ഉടമ്പടി കാലഹരണപ്പെടുത്തുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സകല ന്യായപ്രമാണ കൽപ്പനകളെയും അതുമായി ഉണ്ടാകാവുന്ന ശിക്ഷണ നടപടികളെയും അവൻ എന്നേക്കുമായി കാലഹരണപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലാതെ ഒരു വ്യക്തിയെയും രക്ഷപ്പെടുത്തുക എന്നുള്ളത്, രക്ഷിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഇവിടെ പുതിയ ഉടമ്പടിയിലൂടെ ദൈവം തൻ്റെ കരുണയെ, തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പഴയ നിയമത്തിലെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിച്ചവരുടെ ശിക്ഷകൾ, അവർക്കുണ്ടായ ശാപങ്ങൾ, അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പരിഹരിക്കപ്പെടുകയാണ്. തൻ്റെ ജനത്തിന് ഉണ്ടാകേണ്ടതായ സകല ശിക്ഷകളും ശിക്ഷണ നടപടികളും തൻ്റെ പുത്രൻ തൻ്റെ കഷ്ടാനുഭവത്തിലൂടെ, കാൽവറിയിലെ കുരിശുമരണത്തിലൂടെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം വരുത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, താൻ നൽകിയ കൽപ്പനകൾ പാലിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതിൻ്റെ പരിണതഫലം സകലരും ശിക്ഷിക്കപ്പെടുമെന്നുള്ളതായ ഒരു ഉറപ്പിലേക്ക് വരുമ്പോൾ, തൻ്റെ കൽപ്പനകൾ പാലിക്കാതെ വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് തെറ്റിപ്പോയി നാശത്തിലേക്കായി തൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് തിരിച്ചറിഞ്ഞ ദൈവം അവരെ നേടേണ്ടതിനായിട്ട് ഒരേ സമയം രണ്ട് രീതിയിൽ അതിന് പരിഹാരം കാണുകയാണ്. ഒന്ന്, അവരുടെ മേൽ ഉണ്ടാകേണ്ടതായ സകല ശിക്ഷണ നടപടികളും തൻ്റെ പുത്രൻ വഴിയായി, പുത്രൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ മുറിവിനാൽ ആ ശിക്ഷണ നടപടികൾക്കൊക്കെയും പരിഹാരം വരുത്തുന്നു. രണ്ട്, ആ പഴയ നിയമകൽപ്പനകളെ, ന്യായപ്രമാണത്തെ എന്നേക്കുമായി അസാധുവാക്കിക്കൊണ്ട് പുതിയ ഒരു ഉടമ്പടിയിലൂടെ തൻ്റെ ജനത്തെ അവൻ സ്ഥിരപ്പെടുത്തുകയാണ്. അത് കരുണയിൽ, സ്നേഹത്തിൽ, ദയയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഈ നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസ് ശ്ലീഹായിലൂടെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചന ഭാഗങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. പഴയ ന്യായപ്രമാണ കൽപ്പനകളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്ന സകലരും ശപിക്കപ്പെട്ടവരാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. നീതിമാൻ ആരാ? നീതിമാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ വഴിയായി അവൻ എൻ്റെ എല്ലാ സകല പാപങ്ങൾക്കും, എൻ്റെ എല്ലാ ബലഹീനതകൾക്കും അവൻ മതിയായവനാണെന്നുള്ള വിശ്വാസത്തിൽ, ആ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നവൻ, ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം വഴിയായി വിശുദ്ധീകരിച്ചവൻ ആരോ അവനാണ് നീതിമാൻ. ദൈവത്താൽ, തൻ്റെ പുത്രൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവൻ, തൻ്റെ പുത്രനെ ദൈവവും കർത്താവുമായി ഏറ്റുപറയുന്നവൻ,
അവൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തെ ഏറ്റുപറയുന്നവൻ, അവനെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. ആ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്നാണ് പറയുന്നത്. ഈ വിശ്വാസമാണ് അബ്രാഹാമിൻ്റെ വിശ്വാസം. ന്യായപ്രമാണ കൽപ്പനകൾ ലഭിക്കുന്നതിന് മുമ്പ് അബ്രാഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കെടുപ്പെട്ടു എന്ന് പറയുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല. എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല, അവ അനുഷ്ഠിക്കുന്നവൻ അതുവഴി ജീവിക്കും. എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ കാതലായ ഭാഗം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണ കൽപ്പനകളെ പൂർണ്ണമായി കാലഹരണപ്പെടുത്തുവാൻ ദൈവം ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം, ന്യായപ്രമാണ കൽപ്പനകൾ വഴി ഒരു മനുഷ്യനും നീതിമാൻ ആകുകയില്ല, നീതീകരിക്കപ്പെടുകയില്ല എന്ന് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ്. അവിടെയാണ് പ്രത്യാശ ഉദയം ചെയ്യുന്നത്. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഏകരക്ഷകനായി കടന്നു വരുന്നത്. ആ യേശുക്രിസ്തുവിലൂടെയാണ്, യേശുക്രിസ്തുവിനെ മധ്യസ്ഥനെ നിർത്തിക്കൊണ്ടാണ് പുതിയ ഉടമ്പടി, പുതിയ നിയമസഭ, പുതിയ ഇസ്രായേൽ ജനമായി യേശുക്രിസ്തുവിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. വീണ്ടും നാം ഹെബ്രായർ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് ഉണ്ടാകുമായിരുന്നില്ല. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്യുന്നു. ആരെയാണ്? ഇസ്രായേൽ ഗോത്രത്തെ. ഇസ്രായേൽ കുടുംബവും യഹൂദ കുടുംബവുമായി ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസം ഇതാ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. ഈജിപ്തിൽ നിന്ന് അവരെ കൈപിടിച്ച് കൊണ്ടുവരുവാൻ ആരംഭിച്ച അന്ന് അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. കർത്താവ് പറയുകയാണ്, എൻ്റെ ഉടമ്പടിയിൽ അവർ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. ഉടമ്പടി എന്താണ്? ഉടമ്പടി എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവുമായിരിക്കും. എൻ്റെ നിയമങ്ങൾ, എൻ്റെ കൽപ്പനകൾ ഞാൻ അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ സ്ഥാപിക്കും. അവരുടെ ഹൃദയത്തിൽ ഞാനത് ആലേഖനം ചെയ്യും. അവർ എൻ്റെ ജനമായിരിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. വീണ്ടും പറയുകയാണ്, അങ്ങനെ യേശു കർത്താവ് വഴിയായിട്ട് പുതിയ ഉടമ്പടിയിലൂടെ പുതിയ ഇസ്രായേൽ ജനത രൂപപ്പെടുകയാണ്, പുതിയ നിയമസഭ. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു വഴി, മോശയ്ക്ക് പകരം കർത്താവ് യേശു ക്രിസ്തു വഴി സ്ഥാപിതമാകുന്ന, കർത്താവ് യേശു ക്രിസ്തു മധ്യസ്ഥനായി നിന്നുകൊണ്ട് സ്ഥാപിതമാകുന്ന പിതാവാം ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ, അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു വഴി സ്ഥാപിതമാകുന്ന പുതിയ നിയമസഭ, പുതിയ ഇസ്രായേൽ ജനത, അവരെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരികയില്ല. ഈ പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയോടും ഇനി കർത്താവിനെ
അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരികയില്ല. എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. പുതിയ ഉടമ്പടിയിൽ വരുന്ന ഓരോ വ്യക്തികളുടെയും പ്രത്യേകതയാണ് കർത്താവിനെ എല്ലാവരും അറിയും, ഒരുപോലെ അറിയും. പിന്നെ കർത്താവ് പറയുകയാണ്, ഈ ഉടമ്പടിയിലൂടെ കടന്നു വരുന്ന എല്ലാവരുടെയും മേലെ ഉണ്ടാകുന്ന കർത്താവിൻ്റെ പ്രത്യേക കരുണ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. എബ്രായർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ അനീതികൾക്ക് നേരെ ഞാൻ കരുണയുള്ളവനായിരിക്കും. കർത്താവ് യേശു ക്രിസ്തു വഴി, അവൻ്റെ രക്തം വഴി നീതീകരണം പ്രാപിച്ച് പുതിയ ഉടമ്പടിയിലൂടെ തന്നിലേക്ക് വരുന്ന എല്ലാവരുടെയും മേൽ അവരുടെ അനീതികൾക്ക് നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. എത്ര വലിയ ഭാഗ്യമാണെന്ന് നോക്കിക്കൂ. അവരുടെ പാപങ്ങൾ ഇനി ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ഇവിടെയാണ് പുതിയ ഉടമ്പടിയുടെ പ്രസക്തി നിലനിൽക്കുന്നത്. ഒരേ സമയം പഴയ ഉടമ്പടിയെ അസാധുവാക്കിക്കൊണ്ട് അവിടെ പുതിയ ഒരു ഉടമ്പടി പുതിയതായി നിലനിർത്തിക്കൊണ്ട് പഴയ ഉടമ്പടി പ്രകാരമുണ്ടായ സകല ശിക്ഷണ നടപടികളും കർത്താവ് യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിനും അതോടൊപ്പം തന്നെ മറ്റ് ജനതകൾക്ക് മുഴുവനുമായി വലിയൊരു രക്ഷ ദൈവം വെളിപ്പെടുത്തുകയാണ്. തൻ്റെ നീതി, തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടി, തൻ്റെ കരുണ വെളിപ്പെടുത്തുവാൻ വേണ്ടി പഴയ ഉടമ്പടിയെ, പഴയ നിയമകൽപ്പനകളെ അസാധുവാക്കി കളയുന്ന ഒരു നല്ല പിതാവിൻ്റെ, മക്കളോട് സ്നേഹമുള്ള നല്ല പിതാവിൻ്റെ വലിയ കരുതലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്രമാത്രം സ്നേഹം നമ്മളോട് കാട്ടുന്ന ആ പിതാവിൻ്റെ അടുക്കിലേക്കാണ് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചുരിയുവാൻ നമുക്ക് ഇടവരണം. ഒരു കൽപ്പന നിൽക്കുമ്പോൾ, ഒരു നിയമം നിൽക്കുമ്പോൾ, ആ നിയമം ലംഘിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിൽ പറയുന്ന ആ ശിക്ഷണ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. അതിന് ആ നിയമം സ്ഥാപിച്ച, അത് ഉറപ്പിച്ച വ്യക്തിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അത് ഉറപ്പിച്ച, അത് സ്ഥാപിച്ച ദൈവം തന്നെ ആ നിയമത്തെ അസാധുവാക്കുന്നത്. അവിടെയാണ് പുതിയ ഉടമ്പടി സ്നേഹത്തിൻ്റെ, കരുണയുടെ, അനുതാപത്തിൻ്റെ, ദൈവത്തിൻ്റെ പുതിയ നീതിയുടെ ഉടമ്പടി തൻ്റെ പുത്രനിലൂടെ വെളിപ്പെട്ടു വരുന്നത്. എൻ്റെ സഹോദരന്മാരെ, നമുക്ക് ലഭിച്ചതായി വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാം, അവരോട് പൊറുക്കാം. എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവത്തിരുനാമം മാത്രം മഹത്വമെടുക്കട്ടെ. ആമേൻ.